ഗം ഗണപതിയേ നമഃ. യാ ദേവീ സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. നമസ്കാരം. കണ്ണൂർ വിഷൻ ജ്യോതിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ പുതിയ അധ്യായം ആരംഭിക്കുകയാണ്. പ്രോഗ്രാം അതിൽ പങ്കെടുക്കേണ്ടവർ ഡേറ്റും സമയവും കൃത്യമായി എടുത്ത് വെക്കുക. നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് വ്യാഴത്തെക്കുറിച്ചും അതിൻ്റെ ചാരവശാലുള്ള മാറ്റങ്ങളെക്കുറിച്ചൊക്കെയാണ്. അപ്പം കൊട്ടിയൂർ ഉത്സവം നടക്കുന്ന കാലത്തായതുകൊണ്ട് കൊട്ടിയൂരിൽ പെരുമാളെക്കുറിച്ച് പറയാതിരിക്കാൻ പെരുമാളുടെ ഭക്തനായി എനിക്കാവില്ലല്ലോ. അതൊക്കെ രക്തത്തിൽ അലിഞ്ഞു ഉയർന്നു പോയ കാര്യങ്ങളാണ്. ഒരു പരിധിവരെ ജീനിലൂടെ കൈമാറി വന്ന സംഗതിയാണ്. ഇപ്പം പറയുന്നത് മുഴുവൻ ജീനിൻ്റെ ട്രാൻസാക്ഷൻ ആണല്ലോ. അതിനെക്കുറിച്ചാണല്ലോ ലോകം മുഴുവൻ. അതാണല്ലോ ഇപ്പം ഈ തമ്മിലടിക്കുക എന്നുള്ളത് മനുഷ്യവർഗത്തിൻ്റെ പണ്ട് ഗോത്ര വർഗങ്ങളുള്ള കാലം മുതലേ ഉള്ളതല്ല. അത് തന്നെയല്ലേ പുതിയ രൂപത്തിൽ ഇപ്പോഴും കാണുന്നത്. ഒന്നും ജീനിലുള്ളതൊന്നും മാറിപ്പോകുന്നില്ല. ഒരു കോളുണ്ട്. ഹലോ ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഇരിട്ടി. ആ പറയൂ, ഡേറ്റ് പറയൂ. 20/7/71. 1971 ജൂലൈ 20. സമയം 4 മണി. പുലർച്ചെ 4:30. ആ, മകീര നക്ഷത്രം നിങ്ങളുടെ തന്നെയാണോ? എന്താണ് അറിയേണ്ട വിഷയം? എന്താണ്? ഓ, അതുണ്ടാവും. 26 ഒന്നാം മാസം വരെയല്ലേ ഉള്ളൂ. സാരമില്ല. 26 ഒന്നാം മാസം വരെ അത് അനുഭവിച്ചല്ലേ പറ്റൂ. പോരാതെ ഇപ്പോൾ കണ്ടക ശനിയും കൂടി ഉള്ളത് കൊണ്ട് ശനിയും തീരുന്നു, ഒപ്പം കണ്ടക ശനിയും. അപ്പം അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ രൂക്ഷമാവും. തീരെ വളരെ ശ്രദ്ധിക്കണം. വീഴ്ചയൊക്കെ ശ്രദ്ധിക്കണം. തടിയുണ്ടോ? ശരീര വലിപ്പമുണ്ടോ? സമാധാനം. തടിയുണ്ടെങ്കിലാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. 12 ശനിയാണ്. പതനം എന്നുള്ളൊരു ബലമുണ്ട്. കണ്ടകശനിയും കൂടി തുടങ്ങിയതുകൊണ്ട് അത് വളരെയേറെ ശ്രദ്ധിക്കണം. പിന്നെ മനസ്സിന് സമാധാനം എന്ന് പറഞ്ഞൊരു സാധനം അതിപ്പം ചിന്തിക്കണ്ട. മനസമാധാനം എന്ന് പറഞ്ഞാൽ അത് പ്രധാനമല്ലേ. അത് ഓരോ കാരണം കൊണ്ട് മനസമാധാനം നഷ്ടപ്പെടുക എന്നുള്ള ബലം, അതൊക്കെ ഈ സമയത്തിൻ്റെ പ്രത്യേകതകളാണ്. ബുധൻ വരുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവും. പക്ഷെ അതും ബുധൻ്റെ സ്വാപഹാരം കഴിയണം. 2 വർഷം കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി ശാന്തമായൊരു ജീവിതം നയിക്കാൻ കഴിയുക എന്നാണ് പറയേണ്ടത്. കഴിയണം. ഈ ദശ കഴിഞ്ഞാലും കണ്ടകശനിയുണ്ട്, സ്വാപഹാരമുണ്ട്. അങ്ങനെയല്ല, ഈ 12 ശനി കഴിഞ്ഞാൽ പിന്നെ വീഴ്ചയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പേടിക്കേണ്ടതില്ല. പക്ഷെ മറിച്ച് ഈ മൊത്തത്തിൽ നിങ്ങൾക്കൊരു സമാധാനം കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു സ്വയം ഇതില്ലേ, സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന അവസ്ഥ, അത് കിട്ടാൻ 2 വർഷം പിടിക്കും. അതിനുശേഷം നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലൊരു ജീവിതം നയിക്കാൻ സാധിക്കും. പ്രായം ഒരു കണക്കിന് പ്രായം അപ്പോൾ 56 ആവും. സാരമില്ല, അതൊന്നൊരു വിഷയമല്ല. അതിനുശേഷം കുറേയും കൂടി സമാധാനപൂർവമായ ജീവിതം നയിക്കാൻ പറ്റും. അല്ല, ചില ദുർവിധികൾ നിങ്ങളുടെ ജാതകത്തിലുണ്ട്. അതിനൊന്നും വലിയ മാറ്റം വരാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? അതൊക്കെ അങ്ങനെ തന്നെ. പരിഹാരം ചെയ്യണമെങ്കിൽ എന്നെ വിളിച്ച് ബന്ധപ്പെട്ട് നേരിട്ട് കാണാം.
മറ്റ് ക്ഷേത്രങ്ങളിൽ ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ഇരിട്ടിയിലുള്ള പിന്നെ ഇവിടെ എന്താ നമ്മളെ ശിവക്ഷേത്രം ഉണ്ടല്ലോ കീഴൂരുള്ള അവിടെയൊക്കെ പോയിട്ട് ചെയ്യാം. പിന്നെ മൃത്യുഞ്ജയ ഹോമം, ജലധാര അതൊക്കെ ചെയ്യാം. പിന്നെ നിങ്ങളുടെ അടുത്താണല്ലോ മുണ്ടിയാമ്പറമ്പ് ഭഗവതി, അവിടെ പോയി ചെയ്യാം. അവിടെ സംക്രമത്തിന് അവിടെ പോയിട്ട് നിങ്ങൾക്ക് വേണ്ടത് ചെയ്യാം. അതൊക്കെ പിന്നെ ഒരുതരം ഒന്ന് അവിടെ കലശം നടത്തുന്നത് നല്ലതാണ് താഴേക്കാവിൽ. അത് അങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നൊരു കർമ്മമാണ്. കീഴ്ക്കാവിൽ കലശം, അത് മദ്യം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിപാടിയൊക്കെയാണ്. അതുകൊണ്ട് മദ്യമൊക്കെ മേടിച്ച് പോകണം. ചൊവ്വയും വെള്ളിയും മാത്രമാണത്. അതിൻ്റെ ബാക്കിയുള്ളതൊന്നും നോക്കണ്ട, മനുഷ്യന്മാർ കുടിക്കണ്ടെന്നേ ഉള്ളൂ. ദേവി കുടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. കാളിക്കത് വേണമെങ്കിൽ നമ്മൾ കൊടുത്തേക്കുക എന്നല്ലാതെ നമ്മളതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട. അല്ല, ഞാൻ ഉള്ളതുപോലെ പറയുന്ന ആളാണ്. അതുകൊണ്ട് അവിടുത്തെ കാളി മദ്യം കുടിക്കുന്ന ആളാണ്. അതുകൊണ്ട് അത് പാൽപ്പായസം കൊടുത്തിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. അപ്പോൾ അങ്ങനെ വല്ലാത്തൊരു ബുദ്ധിമുട്ട്, പലതരത്തിലും തടസ്സങ്ങളൊക്കെ ഈ സമയത്ത് ഫീൽ ചെയ്യും. അപ്പോൾ ഒരു തരത്തിലുള്ള മനസ്സമാധാനവും ഇല്ലാതെ ഒരുമാതിരിയുള്ള ടൈമാണ്. അപ്പോൾ അതിന് ഒരു പ്രതിവിധി പറഞ്ഞതാണ്. പിന്നെ നേരിട്ട് വന്ന് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അത് എന്താ വേണമെന്ന് വെച്ചാൽ അത് ചെയ്യാം. ഓക്കെ 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 ശരി. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ പിന്നെ എന്താണ് ഈ ഗോത്രവർഗങ്ങൾ തമ്മിൽ പണ്ട് മുതൽ, അതാണ് ഈ കുരിശ് യുദ്ധം മറ്റേ യുദ്ധം എന്നൊക്കെ കേട്ടിട്ടില്ലേ. അതങ്ങനെ പാനിപ്പത്തി യുദ്ധം നമ്മളെ ചരിത്രത്തിൽ ഇതൊക്കെ എന്തിനാണ് പഠിച്ചതെന്ന് ചോദിച്ചാൽ അറിയില്ല. അലക്സാണ്ടർ വെട്ടിപ്പിടിക്കാൻ പോയ കഥ, ഇങ്ങനെ മൊത്തം ലോക ചരിത്രം പരിശോധിച്ചാൽ അല്ലെങ്കിൽ മനസ്സിലാക്കിയാൽ ആധിപത്യത്തിന് വേണ്ടിയുള്ള കളികളാണ്. അത് വ്യക്തികളുടെ തലത്തിലേക്കും വരുമ്പോൾ നമുക്കത് കാണാൻ പറ്റും. പക്ഷെ അത് പ്രത്യക്ഷത്തിൽ സാധിക്കില്ല കാണാൻ. ഇപ്പോൾ ഒരേ സംഘടനയിൽ തന്നെ പ്രവർത്തിക്കുന്നവരാണെന്ന് കൂട്ടെ, എതിർ സംഘടനയിലാണെങ്കിൽ അത് വേറെ. ഒരേ സംഘടനയിൽ തന്നെ പ്രവർത്തിക്കുന്നവരായിരിക്കും. പക്ഷേ അവൻ എന്നെക്കാളും വളരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അവനെ കുതികാല് വെട്ടുക എന്നുള്ളൊരു ഭാഷയുണ്ടല്ലോ മലയാളത്തിൽ. അതേപോലെ അവനെ പിന്നെ സൗകര്യം കിട്ടുമ്പോൾ ഒതുക്കിക്കളയുക, അതൊക്കെ അതെന്തിനാണ് മറ്റേ ആൾക്കാർക്ക് വലിയാവാൻ. അതിൻ്റെ ചെറിയ രൂപം. മറ്റേത് കുറച്ചുകൂടി പിന്നെ സംഘടനകൾ തമ്മിലുള്ള അതും എന്താണ്, ആധിപത്യത്തിന് വേണ്ടിയാണ്. മറ്റേ നാട് നന്നാക്കുക എന്നുള്ളത് മാത്രമല്ലല്ലോ ആധിപത്യം. അത് രാജ്യങ്ങൾ തമ്മിലാകുമ്പോൾ അത് യുദ്ധമായി മാറുന്നു. അതിലേക്ക് വരാമൊരു കോളുണ്ട്. ഹലോ 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 എവിടെ നിന്നാണ് വിളിക്കുന്നത്? കണ്ണൂരിൽ നിന്നാണ്. കണ്ണൂർ, പറഞ്ഞോളൂ. ഹലോ ഹലോ പറഞ്ഞോളൂ. 8198. പെട്ടെന്ന് ഇംഗ്ലീഷ് പറഞ്ഞ് പേടിച്ചു പോയി. 8198. കാർത്തിക നക്ഷത്രം. ആട്ടെ, സമയം പറയൂ. കാർത്തിക നക്ഷത്രമൊക്കെ നമുക്ക് പറയാം, അതൊക്കെ ഞാൻ പോയിക്കോളും. സമയം പറയൂ. 9:35 9:32 AM. 35. ഓക്കെ. AM. അതെ, AM. ആ, കാർത്തിക മേടക്കൂറുകാരിയാണ്. അതെ. അപ്പം പ്രായം 27 അപ്പോൾ എന്താണ് അറിയേണ്ട വിഷയം? എന്താണ് പറയൂ. കല്യാണം, പിന്നെ ഭാവി ജോലി. കല്യാണം, ഭാവി ജോലി. ഇപ്പം നടക്കുന്നത് അറിയാലോ, രാഹുദശയാണ്. അപ്പോൾ രാഹുവിൽ ഇപ്പം വ്യാഴത്തിൻ്റെ അപഹാരം, അത് കഴിഞ്ഞിട്ട് വരുന്നത് ശനിയുടെ അപഹാരം. ചുരുക്കി പറഞ്ഞാൽ നല്ല സമയം കുറച്ചങ്ങോട്ട് വൈകിട്ടേ ഉള്ളൂ. വേറെ ശനിയും കൂടി ആരംഭിച്ചത് കൊണ്ട് കുറച്ച് ജാതകത്തിലാണെങ്കിൽ ശുക്രൻ മറിഞ്ഞു നിൽക്കുന്നു, വ്യാഴം നീചത്തിലാണ്. ഒരുപാട്
ഒരുപാട് പ്രശ്നങ്ങളുള്ള ജാതകമാണിത്. ഉം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ സ്മൂത്തായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോവുകയുള്ളൂ. ഓക്കെ. ആ. അപ്പോൾ അത് വളരെ ഗൗരവത്തിൽ തന്നെ ഞാൻ പറയുന്ന വാക്കുകൾ കണക്കിലെടുക്കണം. അങ്ങനെ എന്തെങ്കിലും കാണാതെ വെറുതെ പറയില്ല. അപ്പോൾ ഇവിടെ ഉം. ജാതകം അങ്ങനെയാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് പല ദുരനുഭവങ്ങളും ഉണ്ടാവുമെന്നൊക്കെയാണ്. നെഗറ്റീവായ എക്സ്പീരിയൻസ് ഒരുപാട് വന്ന് ഇപ്പം തന്നെ വന്ന് കാണും. ഇനി മേലോട്ടും അങ്ങനെ തന്നെ കുറേയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെ ഉപാസന ലെവലിലും മറ്റൊക്കെ അല്ലെങ്കിൽ ഭക്തിമാർഗത്തിൽ കൂടെയൊക്കെ സഞ്ചരിച്ചിട്ട് അതിനെ മറികടക്കാൻ നോക്കണം. വ്യാഴമൊക്കെ പിഴച്ചു പോയ ജാതകമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനെ അതിൻ്റേതായ ചില വിധികളിലൂടെ നീങ്ങിക്കഴിഞ്ഞാൽ മാറ്റം വരുന്നതായിട്ട് കണ്ടുവരുന്നു. ഉം. അത് പക്ഷേ ഉൾക്കൊള്ളാനും കുറച്ച് ബുദ്ധിമുട്ടാണ് ചെറുപ്പത്തിൽ. പ്രായം അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും അത്ര അങ്ങോട്ട് എന്താ പറയുക അഡ്മിറ്റ് ചെയ്യാൻ കുറച്ച് വിഷമവുമാണ്. ഉം. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്നിട്ട് എന്നെ വിളിക്കൂ. അങ്ങനെ വല്ല ഇതും വന്നു കഴിഞ്ഞാൽ മറ്റിത് വെറുതെ ബലം പറഞ്ഞിട്ടൊന്നും ഇതിനെ ഒന്നും എനിക്ക് അങ്ങോട്ട് പോസിറ്റീവായിട്ട്. പിന്നെ വിവാഹം ആഫ്റ്റർ മാരേജ് നല്ല ഭർത്താവായിരിക്കുമെന്നും നല്ല വിവാഹം കൊണ്ട് ഉയർച്ച വരുമെന്നൊക്കെ ഉണ്ട്. പക്ഷെ ആ വിവാഹം നടക്കണ്ടേ? അത് നടക്കാനാണ് തടസ്സം. ഉം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മൾ കൃത്യമായ കർമ്മങ്ങളിലൂടെ അതിൽ നിന്നും മോചനം നേടണം. എങ്കിൽ മാത്രമേ ആ ഉത്തമനായ വ്യക്തി നമ്മളെ അടുത്തേക്ക് എത്തിച്ചേരുകയുള്ളൂ. ഉം. ജോലി സംബന്ധമായിട്ട് ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ടോ? എങ്ങനെയാണ് അവസ്ഥ? ഞാനിപ്പം PG ചെയ്യാണ്. ആ. ഡോക്ടറാണ്. ആ PG ശരി, ചെയ്യാണ്. ഓക്കെ. ഈ PG ചെയ്തോളൂ. അതൊക്കെ അതിനൊന്നും ഞാൻ കുഴപ്പം പറയുന്നില്ല. അതൊക്കെ നല്ല കാര്യം തന്നെ. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാനിപ്പം ഇവിടെ പെരിന്തൽമണ്ണ. മൗലാനയിലാണോ? അല്ല, MES ല. ഓ ശരി, MES ഓക്കെ ഓക്കെ. അതൊക്കെ നല്ല കാര്യമായിട്ട് നടക്കട്ടെ, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ അതുമാത്രമല്ലല്ലോ നമ്മളെ ഈ ജാതകത്തിലെ ദുർവിധി എന്ന് പറഞ്ഞാൽ അതല്ലല്ലോ പ്രശ്നം. നമുക്ക് നല്ലൊരു പങ്കാളിയെ കിട്ടുക, അയാളൊത്ത് നല്ല സൗമ്യമായ ജീവിതം നയിക്കാൻ സാധിക്കുക, അതൊക്കെയാണല്ലോ ഒരു നമ്മളെ ഈ കണ്ണൂർക്കാരിയായ ഒരു പെൺകുട്ടി എന്നുള്ള രൂപത്തിൽ അതല്ലേ നമുക്ക് ആവശ്യം. അപ്പോൾ നമ്മളെ അതിന് തടസ്സമുണ്ട്. ആ വിദ്യാസമ്പന്നയായതുകൊണ്ട് പിന്നെ കൂടുതൽ കാര്യം പറയണ്ടല്ലോ. അത് ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ എന്നെ ബന്ധപ്പെടും. ഓക്കെ, അത് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. അത് കുറച്ചു നേരം ആലോചിക്കൂ. ആലോചിച്ചതിന് ശേഷം ഉൾക്കൊള്ളാൻ സാധിക്കുമെങ്കിൽ മാത്രം ഞാൻ പറഞ്ഞ കാര്യം എന്തോ ഉണ്ടാവും. ഞാനൊരു സീനിയർ മാനല്ലേ, അപ്പോൾ എന്തോ എനിക്ക് അനുഭവങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മനുഷ്യൻ പറഞ്ഞത് ഞാൻ കണക്കിലെടുക്കണോ വേണ്ടോ എന്ന് സ്വയം തീരുമാനിക്കാം. കാരണം നമ്മൾ ഡയറക്റ്റ് ആണല്ലോ സംഭാഷണം. അതുകൊണ്ട് ഡോക്ടർ ഒന്ന് ആലോചിച്ച് നോക്കൂ കേട്ടോ. ജോലി സംബന്ധമായിട്ടൊന്നും അല്ല, ജോലി അതിപ്പോൾ എങ്ങനെയായാലും ഈ ഫീൽഡിലേക്ക് വന്നു, ഇനി PG ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇനിയും അമ്മേഖലയിലൊന്നും വലിയ സംഭവം നടക്കാനില്ല. പിന്നെ ഒന്നാമത് അത് ദൈവികമായൊരു ജോലിയാണല്ലോ. ആതുര ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അത് പിന്നെ അങ്ങനെയുള്ളൊരു ജോലിയല്ലേ. ആ ജോലിയിലൊന്നും തടസ്സം വരാൻ എന്ത് ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങൾ അവിടെയും ഉണ്ടാവും. നമ്മളെ പിന്നെ എന്താ പറയുക, ബോസ് നമ്മളോട് മോശമായി പെരുമാറാം, അല്ലെങ്കിൽ നമ്മളെ മറ്റുള്ളവർ വെറുതെ വിഷമിപ്പിക്കാം, അങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം. പക്ഷെ മറിച്ച് ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് പൊതുവേ ഒരു നല്ല സൽക്കർമ്മമാണല്ലോ. രോഗം ബാധിച്ചവരെ പണ്ടവരെ പറഞ്ഞ ഒരു ആതുര ശരീരത്തിൽ ഇഴയുന്ന നീർനാടി അന്ത്യപ്രതീക്ഷയായി കാണാമെന്ന് കവി പാടിയ പോലെ ആതുരമായ ശരീരത്തെ അത് രക്ഷിച്ചെടുക്കുന്ന പണിയാണല്ലോ. അപ്പോൾ അത് കുഴപ്പം, അത് ദൈവത്തിന് ഇഷ്ടമുള്ള പണിയല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിൽ മുകളൊന്നും വരാനില്ല. ഇപ്പം PG കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ നല്ല ജോലിയൊക്കെ കിട്ടുമല്ലോ. അതൊരു 12 ശുക്രൻ നിൽക്കുന്നവർക്ക് സാമ്പത്തിക അഭിവൃദ്ധി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നടന്നു നോക്കും. സ്വാഭാവികമായിട്ടും അതിൻ്റേതായ ഭാഗത്തിൽ അങ്ങ് നടന്നോളും. അതിനെക്കുറിച്ച് ഞാനൊന്നും വലിയ ഇത് കാണുന്നില്ല. പക്ഷെ മറിച്ച് ഈ പറഞ്ഞ കാര്യങ്ങൾക്കാണ് ഞാൻ ഈ പറഞ്ഞത്. അതാണ് ദൈവികത വേണം, ദൈവികമായ സഹായത്തോടു കൂടി മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറയാൻ കാരണം. ആലോചിച്ചിട്ട് തന്നെ ബന്ധപ്പെടുക. ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ
എല്ലാ ഗോത്രങ്ങൾ തമ്മിലടിക്കുക, രാജ്യങ്ങൾ തമ്മിലടിക്കുക, ഇങ്ങനെ ഒരു സംഭവം ഇപ്പം പുതിയതായിട്ടുള്ള അടി ഇറാനും ഇസ്രായേലും തമ്മിലാണ്. ആധിപത്യത്തിന് തന്നെയാണ്. അതിൻ്റെ പുറകെ മറ്റേവർ രണ്ടുപേര് രണ്ട് സൈഡായി നിന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. അമേരിക്ക ഇസ്രായേലിൻ്റെ ഭാഗത്താണെങ്കിൽ ഇപ്പറും ആളൊക്കെ ഉണ്ട്. ആരും ഇല്ലയെന്ന് വിചാരിക്കേണ്ട, അനാഥരാണെന്നും വിചാരിക്കേണ്ട. ചൈനയും റഷ്യയൊക്കെ ഇപ്പറും ഉണ്ട്. റഷ്യയൊക്കെ ഇപ്പം കുറച്ച് ദുർബലമാണ്, എങ്കിലും സാധനങ്ങളൊക്കെ അവരുടെ കയ്യിലും ഉണ്ട്. ചൈനയാണെങ്കിൽ സ്ട്രോങ് ആണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരു ഉത്തര കൊറിയൻ കുള്ളനുണ്ട്. ശരിക്കും പെരാന്തനാണ്, എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. ഒരു നോട്ടവും ഇല്ലാത്ത മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെയുള്ള സംഭവം ഇപ്പുറവും ഉണ്ട്. അപ്പോൾ എന്താണ് ലോകം എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഇത് അവിടെ കൊണ്ടങ്ങ് തീർന്നാൽ എല്ലാവർക്കും നല്ലത്. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളെ നാടൻ ഭാഷയുണ്ടല്ലോ, ഉള്ളിൽ നൊട്ടി കുരുവാക്കുക എന്ന് പറയുന്ന പോലെ ശരീരത്തിൽ ചെറിയൊരു ഉണിലാണ് വന്നത്, അതിനെ ഇങ്ങനെ മാന്തി അത് വലിയ പുണ്ണാക്കി മാറ്റുന്ന ആൾക്കാരുണ്ട്. അതേപോലെ ഇവരിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ള പരിപാടികളാണ് രാജ്യങ്ങളായാലും. പിന്നെ അമേരിക്കക്കൊക്കെ ഈ തിരക്കിന് കുറേ ആയുധങ്ങൾ വിൽക്കണം, അവരുടെ മെയിൻ വരുമാനമല്ലേ ആയുധ കച്ചവടം. അതൊന്നും പിന്നെ സാധാരണക്കാരന് മനസ്സിലാവില്ല. ഇതൊക്കെ രണ്ട് രാജ്യങ്ങൾക്കും ആയുധം വിൽക്കുന്ന അവർ തന്നെയായിരിക്കും. അവർ വളരെ യോഗ്യന്മാരെ പോലെ നടക്കും. അങ്ങനെയൊക്കെയാണ് അവർ പണ്ട് മുതലേ അതല്ലേ, അവർക്ക് വേറെ പരിപാടിയൊന്നും അറിയില്ല. നമ്മളിവിടെ പോലുള്ള കുരുമുളകോ മറ്റേ റബ്ബറോ അങ്ങനത്തെ ഒന്നുമല്ല. അവർക്ക് ഈ തോക്കും ബോംബെല്ലാം കൊടുത്തിട്ടുള്ള ശീലമാണ്. അത് വിറ്റ് പൈസ ഉണ്ടാക്കുക, ലോക പോലീസ് കളിക്കുക, ഞങ്ങളാണ് ഈ രാജ്യം ഈ ലോകം മുഴുവൻ ഭരിക്കുന്നതെന്ന് മറ്റുള്ളവരെ പേടിപ്പിച്ച് നിർത്തുക, മറ്റേ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക. ഇതൊക്കെ അവർ പണ്ട് മുതലേ അവരുടെ സ്വഭാവമാണ്. അതാണ് അവർ ചെയ്യുന്നത്. ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഡിസംബർ 26. എവിടെ നിന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉത്തരം പറയൂ. കണ്ണൂർ. കണ്ണൂരിൽ നിന്ന് എവിടെ? ചൊവ്വ. ശരി, ചൊവ്വക്കാരിയാ. അപ്പോൾ ഇവിടെ ഇന്ത്യയിലേ അല്ല, ഭൂമിയിലേ അല്ല, ചൊവ്വയെന്നാണ്. പറയൂ. ഡിസംബർ 26. ഡിസംബർ 26, 2002. 2002. സമയം 11:15 രാവിലെ. എന്താണ് ഇത്ര സങ്കടം? ഒരു ഇത് പോരല്ലോ. ആരാണ് വിളിക്കുന്നത്? അമ്മയോ മോനെ? എന്താണ് മോനെ? ഒരു അമ്മക്കൊരു ഉഷാറ് പോരല്ലോ. എന്താണ് മോന്? സമയമൊക്കെ പിഴവാണ്. 2020, ഒരു കൊല്ലമായിട്ട്. ഇപ്പോൾ 22 വയസ്സ് 5 മാസമാണ് പ്രായം. ഇനി രാഹുവിൻ്റെ സ്വാപഹാരം നടക്കുകയാണ്. ഒരു 1.5 കൊല്ലം കൂടി ഉണ്ട്. അത് കഴിഞ്ഞാൽ നല്ല ജോലിയൊക്കെ കിട്ടും. അന്നേരം വലിയ ഉയരത്തിലേക്ക് പോകേണ്ടവൻ്റെ ജാതകം തന്നെയാണ്. ഇപ്പം ഏത് കോഴ്സാണ് കഴിഞ്ഞത്? ടൂൾ എഞ്ചിനീയറിംഗ്. ശരി, ഓക്കെ. അപ്പോൾ അത് നല്ല നിലയിൽ പോകും. പക്ഷേ ഈ 1.5 വർഷം ഭയങ്കര മോശമായ സമയമാണ്. അത് വേണ്ട, വേറെ ഏതെങ്കിലും ഫീൽഡിൽ പോകണം എന്നെല്ലാം പറയുന്നുണ്ട്. അതെ, ഏത് ഫീൽഡിൽ പോയാലും രക്ഷപ്പെടാൻ ഇങ്ങനെ ഈ കാലഘട്ടം കഴിയണം. വേറെ ഏതെങ്കിലും കോഴ്സ് ചെയ്യണം എന്നാണോ പറയുന്നത്? അങ്ങനെയെല്ലാം പറയുന്നുണ്ട്. ഇത് എനക്കാവുന്നില്ല. അങ്ങനെ ഓന് നിങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നമില്ലെങ്കിൽ അത് നടക്കട്ടെ. സാമ്പത്തികമൊന്നും ഇല്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ അത് ശരിയാ. അത് അന്നേരം പ്രശ്നമാണ്. ഓനെ ശരീരം മെലിഞ്ഞിട്ടാ, അതുകൊണ്ട് എനിക്ക് അത് ചെയ്യാനാവൂല എന്നല്ല. ശരീരം മെലിഞ്ഞാൽ എന്താണ്? ആരോഗ്യം ഉണ്ടെങ്കിൽ അത് കുംഭലഗ്നക്കാർ പൊതുവെ ആദ്യം മെലിഞ്ഞിട്ടായിരിക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞാലേ അവർ തടി വരുള്ളൂ. ഇവന് തടി വരണമെങ്കിൽ കുറച്ച് കഴിയും. ഇപ്പം രോഗമൊന്നുമില്ലല്ലോ.
പിന്നെന്താണ് ഇല്ല രോഗമൊന്നുമില്ല. പിന്നെന്താണ് തടിയുള്ളവരെല്ലാം ഭയങ്കര ആരോഗ്യമുള്ളവരും ആരോഗ്യമില്ലാത്തവരും ഹെൽത്ത് കുറഞ്ഞവരും അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ഒരു തെറ്റിദ്ധാരണയാണ്. പിന്നെ മറ്റുള്ളവർ പിന്നെ ഇടിച്ചു താഴ്ത്താൻ വേണ്ടി അങ്ങനെയൊക്കെ പറയും, നീ പാന്താട പോലെയല്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മനുഷ്യനെ എങ്ങനെ ഡീഗ്രേഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതല്ലേ മറ്റുള്ളവരുടെ നോട്ടം. അപ്പോൾ ഇവൻ മെലിഞ്ഞവനായതുകൊണ്ട് നിന്നെ എടുത്ത് സാരി ഉടുക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആളെ ഒരു എന്താ പറയുക, ആളെ കൊച്ചാക്കലാണല്ലോ ഈ ലോകത്തിൻ്റെ മൊത്തം പരിപാടി. അതിനെ പിന്നെ തരണം ചെയ്ത് വരുന്നവൻ വളരെ കുറവല്ലേ, 90% തളർന്നു പോകും. ദൂരെ നോക്കണം എന്നെല്ലാം പറയുന്നുണ്ട്. അല്ല, എവിടെ പോകണമെങ്കിലും ഒരു ജ്യോതിഷി എന്നുള്ള രൂപത്തിൽ എനിക്ക് 27 2-ാം മാസം വരെ നിങ്ങളെ മോൻ്റെ കാര്യത്തിൽ എനിക്ക് പോസിറ്റീവായിട്ട് പറയാൻ പറ്റില്ല. നിങ്ങൾ എന്ത് ആഗ്രഹിച്ചിട്ടും എനിക്കത് പറയാനാവില്ല. കാരണം ഞാൻ പണ്ടേ പറയുന്ന പോലെ എനിക്കെൻ്റെ ഇത് നോക്കണം, എൻ്റെ വാക്കിൻ്റെ വിലയെ എനിക്ക് നോക്കിയേ പറ്റൂ. അത് മനസ്സിലാക്കണം. അതുകൊണ്ട് നിങ്ങളുടെ മകന് ഈ പറയുന്ന പീരീഡ് വരെ സമയദോഷമുണ്ട്. അതുകൊണ്ടാണ് അവനിങ്ങനെ പിന്നെ ഒരുതരം നെഗറ്റീവ് ചിന്തകളൊക്കെ വെച്ച് കുറച്ച് ചെയ്തു. അതാണ് അവന് ആത്മവിശ്വാസക്കുറവും അതുകൊണ്ടാണ് വരുന്നത്. കാരണം അതെ, ഞാൻ പറഞ്ഞല്ലോ, രാഹുവിൻ്റെ തുടക്കം ഫുഡ് പോയ്സൺ ഉണ്ടാവും, പിന്നെ പാമ്പിനെ പേടിക്കണം, വാഹനം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ ഇപ്പോഴത്തെ ഫലങ്ങളാണ്. സ്കിന്ന് സംബന്ധമായ അസുഖങ്ങൾ വരും, ഇതൊക്കെ നോക്കണം. പക്ഷേ മറിച്ച് ഇവന് ധർമ്മകർമ്മ രാജയോഗമുള്ള ഭാഗ്യവാനായ പയ്യനാണ്. അതിൻ്റെ ഫലമായിട്ട് ഈ രാഹുവിൻ്റെ സ്വാപഹാരം കഴിഞ്ഞാൽ നിങ്ങളുടെ മകൻ എങ്ങനെയോ രക്ഷപ്പെട്ടു പോകും. അതെങ്ങനെയാണ്? അത് മിക്കവാറും ഈ കന്നിക്കൂർ ഉത്തര നക്ഷത്രക്കാർക്ക് വിദേശത്താണ് കാണുന്നത്. രാജ്യം വിട്ടു പോയി കഴിഞ്ഞാൽ അവർ നന്നാവുന്നതായിട്ട് കണ്ടുവരുന്നു. പിന്നെ ഈ സമയക്കേട് കഴിയാതെ ഒരു രക്ഷയും ഇല്ല. ജാതകത്തിൻ്റെ അല്ല, ഒരു കൊല്ലമല്ല, ഒരു 27 ഫെബ്രുവരി വരെ ഉണ്ട്. അതായത് ഒരു കൊല്ലം 9 മാസമുണ്ട്. അതായത് ജാതകത്തിൻ്റെ ഇതിന് മുമ്പേ വിളിച്ച പെൺകുട്ടിയോട് ഞാൻ പറഞ്ഞത് ജാതകത്തിൻ്റെ ദോഷമാണ്. ഇവനെ കൊണ്ട് അങ്ങനെയല്ല, ഇവന് സമയദോഷം മാത്രമേ ഉള്ളൂ. രണ്ടും രണ്ടാണ്. എന്താണ് ജാതകദോഷം, എന്താണ് സമയദോഷം എന്നുള്ളത് അത് നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞു തരാനാവില്ല. മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കുക. അതായത് താൽക്കാലികമായ കാലദോഷം മാത്രമാണ് നിങ്ങളുടെ മകനുള്ളത്. അത് കഴിഞ്ഞാൽ ഇവൻ രക്ഷപ്പെടും. ജാതകദോഷമാണെങ്കിൽ അതിന് പരിഹാരങ്ങൾ നിർബന്ധമായിട്ടും ഉപാസനയും കാര്യങ്ങളും മന്ത്രം ജപിക്കലും വ്രതാനുഷ്ഠാനവും ഒക്കെ അത് വേറെ വേണ്ടി വരും. ഇതിപ്പം ഈ സമയക്കേട് പിന്നെ പരിഹാരം ചെയ്യണമെങ്കിൽ ചെയ്യാം. അത് പിന്നെ ഈ അല്ല 2 കൊല്ലം കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ രക്ഷപ്പെട്ടു പോകും. ഞാൻ പറയുന്നത് മനസ്സിലായോ നിങ്ങൾക്ക്? അല്ല, അത് വേണമല്ലോ. അത് എന്ത് പണിയോ ഈ 1 കൊല്ലം 9 മാസം വെറുതെ ഇരിക്കാൻ പറ്റുമോ? എന്തെങ്കിലും പണിയെടുക്കാൻ പോട്ടെ, അത് വേറെ കാര്യം. അത് വേറെ. ഈ പ്രായത്തിൽ വെറുതെ ഇരിക്കുന്നവനെ വെടിവെച്ച് കൊല്ലണമെന്നാണ് പറയുക. അത് പറ്റൂല, അത് ഇരിക്കാനേ പാടില്ല. എന്തെങ്കിലും ഒരു പണി അവൻ്റെ പട്ടച്ചെലവിന്. പക്ഷെ അവന് നിങ്ങളെയൊക്കെ സഹായിക്കണമെങ്കിൽ ഈ പീരീഡ് കഴിയണം. അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ 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 ശരി ശരി. അപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ യുദ്ധാന്തരീക്ഷങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതെന്തോ നടക്കട്ടെ. നമ്മളും എന്താ ഈ ലോക പൗരൻ എന്ന് പറഞ്ഞ പോലെ ലോകത്തിലെ ഒരു പൗരനാണല്ലോ. അപ്പോൾ അന്നേരം ഇങ്ങനെയൊക്കെ അമേരിക്ക ഒരു ഭാഗത്തേക്ക് നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ കേൾക്കുന്നു. പിന്നെ യുദ്ധസമയത്തുണ്ടാകുന്ന വാർത്തകൾ പലപ്പോഴും, പ്രത്യേകിച്ചും അതും കൂടി പറഞ്ഞിട്ട് വർത്തമാനം നിർത്താം. അതായത് ഇപ്പോൾ AI കാലമാണ്. അതുകൊണ്ട് ഒരു കാര്യത്തിനും നമ്മളെ ഇത് വിശ്വസിച്ചുകൂടാ. ഒരു വാർത്തയും പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റിനെ ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ ഒരു സംഭവമില്ലാത്ത സംഭവത്തെ ഉണ്ടാക്കിയൊക്കെ കാണിക്കാനൊക്കെ കഴിയുന്ന കാലമാണിത്. അതൊരു 3 കൊല്ലത്തിന് ഇങ്ങോട്ടേക്ക് വന്ന പ്രതിഭാസമാണ് AI ഈ ഒരു തരംഗം.
അത് വന്നതോടുകൂടി ഏതാണ് പിന്നെ യാഥാർത്ഥ്യം, ഏതാണ് വ്യാജം, ഇതൊന്നും ബോഗസ് ചെയ്ത് റിയൽ ചെയ്ത് ഒന്നും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു അന്തരീക്ഷത്തിലാണ് ലോകമുള്ളത്. അതുകൊണ്ട് അതൊന്നും കണ്ടിട്ട് പെട്ടെന്ന് അങ്ങോട്ട് വിശ്വസിച്ച് പോകരുത്. എന്തും കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഇതാണ്. ഇതൊന്നും അറിയാത്തവർ പെട്ടുപോകും. എന്തൊക്കെയാണ് തട്ടിപ്പുകൾ. ഇന്നലെ ഒരു അമൃത എന്ന് പറഞ്ഞ ഒരു ഗായിക കരയുന്ന കണ്ടില്ലേ, 45,000 ആരോ പറ്റിച്ചു കൊണ്ടുപോയി. പാട്ടുകാരിയാണ്, പക്ഷെ ബുദ്ധി വേണ്ടേ? പാട്ടുകാരിയായതുകൊണ്ട് ബുദ്ധി ഉണ്ടാവണമെന്നില്ല. ഒരാൾ ഇങ്ങനെ മറ്റൊരാൾ ഇങ്ങനെ പൈസ അയക്കുമെന്ന് പറയുമ്പോൾ അങ്ങ് ഇട്ട് കൊടുക്കാൻ, ഗൂഗിൾ പേ വഴി അങ്ങോട്ട് അയച്ചു കൊടുക്കാൻ, അത് സത്യം പറഞ്ഞാൽ ബുദ്ധിയുടെ കുറവല്ലേ? ബുദ്ധി കുറഞ്ഞവരെ തന്നെയാണ് പറ്റിക്കുന്നത്. അത് മനസ്സിലാക്കുക. പാട്ട് നല്ല അടിപൊളി പാട്ടാണ്, അത് വേറെ. പാടാനുള്ള കഴിവുണ്ട്, എനിക്ക് അത് തന്നില്ല. പാടാനുള്ള കഴിവ് അത് ദൈവികമാണ്. അതാണല്ലോ. പിന്നെ ചിത്രകലയും ഈ പാട്ടൊന്നും എല്ലാവർക്കും പറ്റില്ലല്ലോ. അതെല്ലാം ദൈവം കൊടുക്കേണ്ട സാധനങ്ങളാണ്. അപ്പം അങ്ങനെ കിട്ടിയവളാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അപ്സ്റ്റെയർ കുറച്ച് വേക്കൻ്റായി പോയി. ഇത് ആൾക്കാരിങ്ങനെ മറ്റവനെ പറ്റിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണെന്ന് ഓർമ്മ വേണം. അതിൽ തലവെച്ച് കൊടുക്കാതിരിക്കാൻ നോക്കുക. പിന്നെ ഇത് പിന്നെ ഇപ്പം മഞ്ഞളിൻ്റെ കാലമാണ്. അതിലൊക്കെ ഞാൻ എൻ്റെ പേരക്കുട്ടി ഇല്ലാതെ കൊണ്ട് മഞ്ഞൾ നോക്കി നിൽക്കാൻ ഒരു പെൺകുട്ടി വേണമല്ലോ. ഞാൻ അവളോട് കോഴിക്കോട് നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു കുട്ടി നിർബന്ധമാണല്ലോ. ഞാൻ ശാരദയോട് ചോദിച്ചു, ഞാൻ മഞ്ഞൾപ്പൊടി ഇടാം, അപ്പം നീ നോക്കി അത്ഭുതം കൂറി നിൽക്ക്, പോയി പണി നോക്കുമെന്ന് പറഞ്ഞു അവൾ എന്നോട്. അത്ഭുതം കൂറി നിൽക്കാൻ ഒരു കുട്ടി വേണം. ഈ മഞ്ഞൾ ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ, ടർമറിക്ക് താഴോട്ട് വരുമ്പോൾ അതിനെ ആർക്കും മൈൻഡില്ലാത്ത സാധനമായിരുന്നു. ഞങ്ങളൊക്കെ പണ്ടേ രാജരാജേശ്വര ക്ഷേത്രത്തിലെ പ്രസാദം മഞ്ഞളാണ്. കൊടുങ്ങല്ലൂരെ പ്രസാദം തല വെട്ടിപ്പൊളിച്ച് കോമരത്താന്മാർ പിന്നെ ഇത് മഞ്ഞളാണ് അവിടെ വാരി വെക്കുക, ചോര നിൽക്കും. മഞ്ഞളിന് അങ്ങനെ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. പിന്നെ മഞ്ഞളിനെ കൊണ്ട് വേറൊരു, ഇപ്പോൾ മഞ്ഞളിൽ ജ്യൂസ് കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അത് ഏതെങ്കിലും പ്രായമുള്ളവരുണ്ടെങ്കിൽ അതും കൂടി അങ്ങ് പറഞ്ഞു തന്നേക്കാം. അത് മഞ്ഞളും നെല്ലിക്കയും കരിവേപ്പിലയും കൂടി ചേർത്ത് മിക്സിയിൽ അടിച്ച് കുടിക്കുകയാണ് വേണ്ടത്. അത് കഴിച്ചു കഴിഞ്ഞാൽ ഉദരം ശരിയാവും. എല്ലാ രോഗവും സ്റ്റൊമക്ക് അഥവാ വയറിൽ നിന്നാണ് എല്ലാ രോഗത്തിൻ്റെയും തുടക്കമെന്നാണ്. അപ്പോൾ മോഷൻ പലർക്കും ഇപ്പോഴത്തെ ഭക്ഷണ രീതി വെച്ചിട്ട് കുഴപ്പമുണ്ടാവും. ഇപ്പോൾ ഈ ജ്യൂസ് കഴിച്ചു കഴിഞ്ഞാൽ മോഷൻ ക്ലിയർ ആവും. 50 കഴിഞ്ഞ് ആരും ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ മഞ്ഞളിന് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏതായാലും അതിപ്പം ഈ പിന്നെ സോഷ്യൽ മീഡിയയിൽ ഈ മഞ്ഞളിൻ്റെ കളിയായതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ആനുകാലിക സംഭവങ്ങളെല്ലാം ചർച്ച ചെയ്യുന്ന പരിപാടിയാണല്ലോ ഇത്. ഏതായാലും നടക്കട്ടെ. എനിക്ക് നോക്കി നിൽക്കാൻ കുട്ടിയില്ല, അതുകൊണ്ട് ഞാൻ തൽക്കാലം റീൽ ഇടുന്നില്ല. ഒരു കോൾ ഉണ്ട്. ഹലോ. ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഇത് തലശ്ശേരിയാണ്. തലശ്ശേരി എന്ന് പറഞ്ഞോളൂ. 1985 മെയ് 8 പകൽ 12:50. ഹലോ. ഓക്കെ. എന്താണ് അറിയേണ്ട വിഷയം? എന്താണ്? ദാമ്പത്യം പിന്നെ ജോലിൻ്റെയും കാര്യങ്ങളാണ്. 1985 മെയ് 8 പകൽ 12:50. ഈ 9-ാം മാസം കഴിഞ്ഞാൽ ഇപ്പം ചൊവ്വയിൽ ശനിയുടെ അപഹാരമാണ്. അപ്പോൾ ആ ശനിയുടെ അപഹാരം കഴിയുമ്പോൾ മാറ്റങ്ങൾ വരും. സെപ്റ്റംബർ വരെ ഉണ്ട്. എല്ലാം കൊണ്ടും വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിച്ച് നിൽക്കുന്ന സമയമാണല്ലോ, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ. അതുപോലെ ദാമ്പത്യ ജീവിതവും പ്രശ്നത്തിലുണ്ടാവും അല്ലേ? അങ്ങനെയല്ലേ? ദാമ്പത്യം കുഴപ്പത്തിലല്ലേ? വീട്ടിലുണ്ടോ? ഹലോ ഹലോ കട്ടായോ? ഹലോ. അപ്പോൾ കോള് കട്ടായിപ്പോയി.
അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അങ്ങനെ എല്ലാ ഈ എങ്ങനെയാണ് ഓരോ സംഗതികളും പിന്നെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിട്ട് ഇങ്ങനെയുള്ള തമാശകൾ സൃഷ്ടിക്കുന്നത് എന്നുള്ളത്, അത് എന്താ പറയുക, ചില സംഗതി അങ്ങോട്ട് ക്ലിക്കാവുന്നു. ഇനി ആരും ചെയ്യാൻ ബാക്കിയുണ്ടെന്ന് തോന്നുന്നില്ല. അതിലിപ്പം അമ്മേൻ്റെ അമ്മയുണ്ടെങ്കിലും വളരെ ഈ പണിക്ക് വളരെ ഫസ്റ്റാണ്. അതായത് 85 വയസ്സ് കഴിഞ്ഞൊരു വൃദ്ധയെ കിട്ടിയാൽ അത് വളരെ പൊളിക്കും. 2 വയസ്സ് ചോടെയുള്ള കുട്ടിയോ 85 വയസ്സിന് മേലെയുള്ള വൃദ്ധയോ ആയിരിക്കണം ഈ റീല് ചെയ്യാൻ നിർബന്ധമായിട്ട് നമുക്ക് വേണം. എൻ്റെ കയ്യിൽ ഈ 2 സാധനമില്ല. 2 വയസ്സുള്ള കുട്ടിയുണ്ട്, മകൻ്റെ മകൾ, അവൾ കോഴിക്കോടാണ്. അത് വന്നിട്ട് വേണം എനിക്കൊന്ന് ചെയ്യാൻ. ഇതിപ്പോൾ ചെയ്തില്ലെങ്കിൽ വെടിവെച്ച് വന്നാലോ. സർക്കാർ ഓർഡർ എടുത്തു, ഇത് ഈ മഞ്ഞളിൻ്റെ റീൽ ചെയ്യാതെ കൊണ്ട് ഇന്ദിലാലിൻ്റെ വെടിവെച്ച് വല്ല പറയാൻ പറ്റില്ലല്ലോ, അങ്ങനെയല്ലേ. അതുകൊണ്ട് ഇതൊക്കെ ഏതായാലും മഞ്ഞളിന് നല്ല വില വന്നിരിക്കുന്നു. മഞ്ഞളിന് വെയിറ്റ് ഭയങ്കരമായിട്ട്. മഞ്ഞളിന് പക്ഷേ നമ്മളൊക്കെ പണ്ടേ മഞ്ഞളിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയ ആളുകളാണ്. മഞ്ഞൾ ഉപയോഗിക്കണം, നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. അതുകൊണ്ട് മഞ്ഞളിൻ്റെ പ്രാധാന്യം കൂടി പിന്നെ എല്ലാവർക്കും ഇങ്ങനെ അതിൻ്റെ ഇപ്പം മഞ്ഞളിൻ്റെ ഈ പറയുന്ന ലൈറ്റിനും മഞ്ഞൾ താഴോട്ട് വരുമ്പോഴുള്ള കളറും അത് വേറെ കിടക്കുന്ന കാര്യമാണ്. പക്ഷെ മറിച്ച് ശരീരത്തിന് മഞ്ഞൾ വളരെ നല്ല സാധനമാണ്. വിഷഹരം എന്നുള്ള, അതായത് വിഷത്തെ ഇല്ലാതാക്കാനുള്ള ശരീരത്തിൽ നിശ്ചയമായിട്ട് പോയ്സൺ ഉണ്ടാവും. പലതരത്തിലുള്ള പോയ്സണും നമ്മുടെ ശരീരത്തിലുണ്ടാവും. നമ്മൾ പല ഭക്ഷണവും പല സ്ഥലത്തുനിന്നും കഴിക്കുന്നതല്ലേ. അതിനെ നിർവീര്യമാക്കാൻ മഞ്ഞളിനുള്ള ശക്തി അപാരമാണ്. അതുകൊണ്ടാണ് പണ്ട് പരമ്പരാഗതമായിട്ട് നമ്മളൊക്കെ ഈ കറികളിൽ മഞ്ഞളൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നല്ലതാണ്. റീല് അവിടെ നിൽക്കട്ടെ, തമാശ പറഞ്ഞത് മാത്രം. ഒരു കോളുണ്ട്. ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? കണ്ണൂരിൽ നിന്ന്. പറയൂ, കണ്ണൂരിൽ നിന്ന് എവിടെ നിന്നാണ്? ഇരണാവ് എന്ന് പറഞ്ഞാൽ മതി, കണ്ണൂർ എന്ന് പറയണ്ട. ശരി, പറ. 2004 ഏപ്രിൽ 3 പകല് 5:26. ആരുടേതാണ്? ശരി, പകല് 5:26 വൈകുന്നേരം അല്ലേ? പൂരനക്ഷത്രം. പൂരനക്ഷത്രം. എന്താണ് അറിയേണ്ട കാര്യം? പറയൂ. ഞാൻ ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളത്. ആയിക്കോട്ടെ, നല്ലതല്ലേ. അപ്പൊ അടുത്ത എന്താണ് ചെയ്യുന്നത് മോള്? പിന്നെ അടുത്ത ചെയ്യണ്ടേന്ന് വിചാരിക്കും. അത് എന്നോടാണോ ചോദിക്കുന്നത്? അടുത്ത എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ ഐഡിയ വേണ്ടേ? ഇപ്പോഴത്തെ ജോലിയെല്ലാം കിട്ടുവാന്നല്ലോ. അല്ല, ജോലിയെല്ലാം കിട്ടും, അതിനെന്താ പ്രശ്നം? ഇപ്പം പഠനം നടക്കട്ടെ. അത് 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 അതല്ലേ ഇപ്പോൾ ആവശ്യം. ഇനി ഇപ്പം ഉള്ള ഡിഗ്രി മാത്രം കഴിഞ്ഞിട്ട് അത് ഇനി അടുത്ത ഹയർ സ്റ്റഡീസിന് പോകണം. എന്താണ് ഏത് കോഴ്സാണെന്ന് വെച്ചാൽ ചെയ്യൂ. അക്കൗണ്ടിങ് കോഴ്സ് പഠിക്കാനാണ്. അത് ശരി, ആവട്ടെ. CA ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? CAക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ല, അതിനുള്ള നമുക്ക് താങ്ങൂല അല്ലേ? ശരി, അല്ല, നമ്മൾ എടുത്താൽ പൊന്തിച്ചാൽ മതി. പിന്നെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? MCOMന് പോകുന്നുണ്ടോ? അതോ മറ്റേ MBAക്കോ മറ്റോ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അതിന് കഴിഞ്ഞാൽ പിന്നെ ഏത് കോഴ്സാണ് ചെയ്യാൻ പറ്റുക? ജോലിക്ക് തന്നെയാണോ ഇനിയിപ്പം ടാർഗറ്റ്? അത് തന്നെയാണോ? വേറെ ഒന്നും ഉദ്ദേശിക്കുന്നില്ലേ? മറ്റു കോഴ്സുകൾ ഇനി കൂടുതൽ ഹയർ സ്റ്റഡീസിന് പോകാനുള്ള ഉദ്ദേശമില്ലേ? അതോ അച്ഛന് ശക്തി കുറവാണോ? എന്നാ ശരി, ഓക്കെ. എന്നാ അപ്പോൾ അല്ല, പണി നമ്മളിപ്പം പിന്നെ PSC നോക്കുന്നുണ്ടോ? പിന്നെ എന്ത് പണി ഇപ്പം നമുക്ക് ഇപ്പോൾ ഉള്ള ചെറിയ പണി നമുക്ക് നാളെ തന്നെ സംഘടിപ്പിക്കാൻ പറ്റില്ലേ? അതിനെന്താ പ്രശ്നം? PSCയും കൂടി നോക്കൂ.
ആ ആ പി എസ് സിക്കൊന്ന് ഇപ്പോഴേ അതിനു വേണ്ടി ഒരു ഭാഗത്ത് സൈഡായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു 6 കൊല്ലത്തിന് ശേഷം കിട്ടിയേക്കും. ആ ആ ആ ഇപ്പൊ എങ്ങനെ സമയം എങ്ങനെയില്ലേ? എങ്ങനെ സമയം ഇപ്പത്തെ സമയം? സമയത്തിൻ്റെ ഇപ്പം തത്സമയം സമയത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല, 25 10-ാം മാസം വരെ. പക്ഷെ സമയം ഞാനീ പറയുന്ന 10-32 വയസ്സ് വരെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കളിക്കും. നല്ല സമയം വരാൻ ഈ പറയുന്ന പ്രായത്തിന് ശേഷം മാത്രമായിരിക്കും. ആ ആ 5-10 കൊല്ലക്കാലം ഇങ്ങനെ അങ്ങോട്ട് ഈ നല്ലതും കെട്ടതും. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഇപ്പോഴേ ശ്രമിച്ചു കഴിഞ്ഞാൽ PSC ആ നല്ല സമയം വരുമ്പോഴേക്കും PSC കിട്ടും. ആ ആ അത് ഒരു ഭാഗത്ത് അതും നടക്കട്ടെ. മറ്റ് ഇപ്പം തൽക്കാലത്തേക്ക് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു ചെറിയ ജോലി സംഘടിപ്പിക്കുക. അത് ഈ 4 മാസം കൊണ്ട് തന്നെ കിട്ടുമെന്നാണ് കാണുന്നത്. ആ ആ ഞാൻ പറഞ്ഞ മനസ്സിലായോ? ആ മനസ്സിലായി. അപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെ വരട്ടെ, എൻ്റെ നാവ് ശരിയാവട്ടെ. പൊന്നാവട്ടെ എന്ന് പറയല്ലേ, പൊന്നാവട്ടെ എന്ന് പറയല്ലേ, പൊന്നായ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എൻ്റെ വാക്ക് പിഴക്കാതിരിക്കട്ടെ. ഞാനും അമ്മയോട് പറയാം, ഞാൻ ആ കുട്ടിയോട് ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്, വലിയ സാമ്പത്തികമൊന്നുമില്ല, അത് അച്ഛൻ്റെ മോളാണ്, അവളെ ഒന്ന് ശരിയാക്കണം, ഇരുനാവ് കുട്ടിയെ. ചെറുകുന്ന അമ്മേൻ്റെ അടുത്താണല്ലോ. അപ്പോൾ ഞാൻ പറയാം മോളെ, പറയാം, ദേവിയോട് പറയാം, മോള് ശ്രമിച്ചോ, 4 മാസം കൊണ്ട് ജോലി കിട്ടും. ഓക്കെ ആ ആ ആ ആ ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ പിന്നെ അതൊക്കെ ലോകകാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. കൊട്ടിയൂർ അപ്പൻ്റെ കാര്യത്തിലേക്ക് വരാം. കൊട്ടിയൂരപ്പനെ 2 ദിവസം മുമ്പേ പോയി കണ്ടു. ഭണ്ണാരം പെരുക്കാതെ പോരേണ്ടി വന്നു. കാരണം ഈ എനിക്ക് ഒരു വലിയ ചടങ്ങ് ഞാൻ പറയുന്നതാണല്ലോ, സ്വർണം കുടസമർപ്പണം, അത് നടത്താൻ പറ്റിയില്ല. കാരണം ഇളനീരാട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഈ പ്രത്യേകതയുണ്ട്. ഈ സമയത്തിനൊന്നൊരു പ്രാധാന്യവുമില്ല, ചടങ്ങുകൾക്ക് പ്രാധാന്യം. അപ്പോൾ ചടങ്ങുകൾ തലേന്നത്തെ ഇളനീരാട്ടം കൊണ്ട് നിർത്തിവെച്ച അത്താഴ പൂജയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിറ്റേ ദിവസമാണ് ചെയ്യുക. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ശീവേലി ആവട്ടെ, കാരണം ഇളനീരാട്ടം ഒരു ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ടൊരു കർമ്മം. ആ കർമ്മം നടക്കുമ്പോൾ ബാക്കിയെല്ലാം അവിടെ പെൻഡിങ് ആക്കി വെക്കും. പക്ഷേ ഈ മുടക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ പിറ്റേ ദിവസം ചെയ്യണം. അങ്ങനെയാണ് ഞാൻ പോയ ദിവസം വ്യാഴാഴ്ച അവിടെ സ്വർണ്ണക്കുടം സമർപ്പണം രാത്രി 7 മണിക്കാണ്. അപ്പോൾ ഞാൻ കാലത്ത് തന്നെ പോയി കൊണ്ട് ചെയ്യാതെ മടങ്ങേണ്ടി വന്നു. അതുകൊണ്ട് ഭണ്ണാരം പെരുക്കിയില്ല. ഭണ്ണാരത്തിൽ പൈസ ഇട്ട് കഴിഞ്ഞാൽ, ആ പ്രധാന ഭണ്ണാരത്തിൽ പൈസ ഇട്ട് കഴിഞ്ഞാൽ, അതായത് കിഴക്കേ നടയിലുള്ള ഈ വാളറയുടെ മുമ്പിലുള്ള ഭണ്ഡാരമാണ് പ്രധാന ഭണ്ഡാരം. ആ ഭണ്ഡാരത്തിൽ പണം വിട്ട് പോയാൽ പിന്നെ രണ്ടാമത് അങ്ങോട്ട് പോകാൻ പാടില്ലെന്നാണ് വിധി. അതൊന്നും ഇപ്പോൾ ആർക്കും അറിയില്ല, പലരും അതൊന്നും ശ്രദ്ധിക്കാറൊന്നുമില്ല. ഇതൊക്കെ പഴയ വിധികളാണ്. ഇന്നിപ്പോൾ ഈ ലക്ഷക്കണക്കിന് ആൾക്കാർ കന്നഡക്കാർ, ഞാൻ കണ്ട ഒരുപാട് കന്നഡക്കാരും കൊടകരും ഒറ്റയ്ക്ക് അവിടെ, നമുക്ക് മലയാളികൾ മിക്കവാറും പുറത്താവും. അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് കൊട്ടിയൂർ മാറുന്നുണ്ട്. പിന്നെ അതേപോലെ തെക്ക് ദേശത്തുള്ള വാഹനങ്ങളും ആയിരക്കണക്കിന് വരാൻ തുടങ്ങി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ഈ കൊട്ടിയൂരപ്പൻ വലിയ രൂപത്തിലേക്ക് മാറുകയാണ്. അതിനുള്ള സൗകര്യങ്ങളൊന്നും അവിടെ ഇല്ല. അതൊക്കെ അടുത്ത് തന്നെ വരും. അവിടെയൊക്കെ 4 വരി പാതയൊക്കെ ഇനി വേണ്ടി വരും. പക്ഷേ എത്രമാത്രം വീടുകൾ ഇങ്ങനെയൊക്കെ കൊട്ടിയൂരപ്പൻ വരുമെന്നൊന്നും ആരും വിചാരിച്ച് കാണില്ല. എത്രയോ വലിയ വീടുകളൊക്കെ അങ്ങ് പോവും. ഇപ്പോൾ സാധാരണ റോഡാണ്. ആ റോഡ് കൊണ്ടൊന്നും ഇനി ചെയ്യാൻ പറ്റില്ല. അതങ്ങനെയാണ്. അത് കാലത്തിൻ്റെ മാറ്റമാണ്. ശബരിമലയിൽ പണ്ടൊക്കെ ഉണ്ടായ സംഭവം, ഞാൻ ചെറുപ്പത്തിൽ പോകുമ്പോൾ ശബരിമലയിലൊന്നും അന്നൊന്നും ഒന്നും ഇല്ലല്ലോ, ഇത്തരം ഇതൊന്നുമില്ല. 50 കൊല്ലം മുമ്പേ ഞാൻ പോകുമ്പോൾ ഇത് ഇങ്ങനെയുള്ള നിലക്കൽ തടയുകയോ, അന്ന് നേരെ നമ്മൾ പോയി പമ്പയിൽ തന്നെയാണ് വണ്ടി വെക്കുന്നത്. പമ്പ ഹിൽ ടോപ്പ് എന്ന് പറയും, അവിടെയാണ് വാഹനം വെക്കുക. അതുകൊണ്ട് അത് പിന്നെ മാറ്റം വരുമ്പോൾ ഇതിങ്ങനെ വരും. അത് കൊട്ടിയൂരും വരും, ഉറപ്പായിട്ട് വരും, അല്ലാതെ രക്ഷയില്ല. എത്ര വീട് നഷ്ടപ്പെടും, എത്ര കടകൾ പോകുമെന്ന് പറയാൻ കഴിയില്ല. അത് സംഭവിക്കും. അത് അല്ലെ ബദൽപാത വേറെ ഏതെങ്കിലും റൂട്ട് കിട്ടുമോ എന്നും അറിയില്ല. അതെല്ലാം വലിയവർ ആലോചിക്കട്ടെ. ഏതായാലും ഇങ്ങനെ കൊട്ടിയൂരപ്പന് അങ്ങനെ ചടങ്ങുകൾ പൂർത്തീകരിക്കേണ്ടതുകൊണ്ട് എനിക്കിങ്ങനെ ചെറിയൊരു പ്രശ്നം പറ്റും. അതുകൊണ്ട് ഒന്നുകൂടി വിളിക്കുന്നതായിരിക്കാം. ഒന്നുകൂടി വിളിച്ചിട്ട് തന്നെ
സ്വർണ്ണക്കുടം വെക്കാൻ നീ വാ, ഒന്നുകൂടി വാ, എന്നെ വന്ന് കണ്ടോ. സ്ഥിരം ജപിക്കുന്നവനല്ലേ, അപ്പോൾ അങ്ങനെയുള്ളവനെ അവർക്കും ഇഷ്ടമായിരിക്കും പോലും. ഓം നമശിവായ എന്ന് നിങ്ങളൊക്കെ വല്ലപ്പോഴും ജപിക്കുന്നുണ്ടെങ്കിൽ ഞാൻ 365 ദിവസവും ജപിക്കുന്നവനാണല്ലോ. ശിവനില്ലാതെ ശക്തിയില്ല, ശക്തിയില്ലാതെ ശിവനില്ല. ഇവരൊരാളെ മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്നും പറ്റില്ലല്ലോ. അതുകൊണ്ടാണല്ലോ ഇവരെ രണ്ടുപേരെയും ചേർത്തുകൊണ്ടുള്ള നമശിവായ ശിവായ നമ എന്നുള്ള മന്ത്രത്തിന് ഏറ്റവും ശക്തി വരാൻ കാരണം അതുകൊണ്ടല്ലേ. അത് ശിവനും പാർവതിക്കും ഒന്നിച്ചുള്ളതാണ്. അപ്പം അതാണ് അതിൻ്റെ കാര്യം. ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ, ഞാൻ പാപ്പിനിശ്ശേരിന്നാ വിളിക്കുന്നത്. പാപ്പിനിശ്ശേരി പറയൂ. പാപ്പിനിശ്ശേരി നക്ഷത്രം ഡേറ്റ് പറയൂ മോളെ. ഉസലാംപെട്ടി പെൺകുട്ടി. 5/9/2001. 5/9/2001. 5/9/2001. ഓക്കെ, സമയം പറയൂ. 2:01 ഉച്ചക്ക്. ഉത്രട്ടാതി. എന്താണ് കുഞ്ഞെ അറിയേണ്ട വിഷയം? ഇപ്പൊ ഞാൻ പഠിക്കാണ്, ആയുർവേദ പഠിക്കുന്നേ. ഫൈനൽ ഇയറാ. അപ്പൊ പഠനം ഇനി എന്താ ചെയ്യണ്ടേന്ന്. അതിന്റെ പി ജി ചെയ്യുക. ഭയങ്കര ഡോക്ടറാകാനും ഭയങ്കര ആയുർവേദ ഡോക്ടറാകാനും ഒക്കെ അല്ലേ വിധി. വലിയൊരു ഹോസ്പിറ്റലൊക്കെ നടത്തി അതിന്റെ അധിപതിയാവുന്നല്ലേ ഇവിടെ കാണുന്നത്. വലിയൊരു ഹോസ്പിറ്റലൊക്കെ നടത്തി അതിൻ്റെ മേലധികാരിയാവും എന്നൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഭയങ്കരമാണ്. പിടിച്ചാൽ കിട്ടൂല. സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കുകയും വേണേ. കാര്യം പറഞ്ഞതാ, തമാശ പറഞ്ഞതാണെന്ന് വിചാരിച്ചോ കുട്ടി. ഇത് നമുക്ക് ജാതകം കാണുമ്പോൾ തന്നെ മനസ്സിലാവും സംഭവമാവുന്നു. അപ്പോൾ അതിനുവേണ്ടി ശ്രമിക്കണം നമ്മൾ. ഇപ്പം ഉള്ള പ്രാഥമികമായ BA-MS കഴിഞ്ഞാൽ അതൊന്നും ശരിയാവില്ല. വേറെ പോകണം, കോഴ്സിന് പോകണം, എന്നിട്ട് സ്പെഷ്യലൈസ് ചെയ്യണം വേറെ ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട്. എന്നിട്ട് പിന്നെന്താ, പക്ഷേ പ്രേമിച്ചവനെ കല്യാണം കഴിക്കണം. പ്രേമിച്ചവനെ കല്യാണം കഴിക്കാൻ പറ്റുമോ? പിന്നെന്താ, അവനെ തന്നെ കഴിക്കണം. അതിന്റെ അമ്മ എല്ലാം കണ്ടോണ്ടിരിക്കുന്നുണ്ട്. ആയിക്കോട്ടെ, എന്താ ഉള്ളതല്ലേ പറഞ്ഞത്. എന്താണ് മോളെ അത് അങ്ങനെ തന്നെയാണ് നടക്കുക. അത് അപ്പോൾ അതിന് അമ്മയൊന്നും മിണ്ടൂലല്ലോ. ഇന്ദുലാൽ പറഞ്ഞില്ലേ, പിന്നെ എന്തോന്ന് പറയാനാ. ഇനി സുപ്രീം കോടതി കയറി അടിക്കാൻ പറ്റുമോ? സുപ്രീം കോടതി കൽപ്പന വന്നില്ലേ, ഇനിയിപ്പോൾ എന്തോന്ന്. അത് തന്നെ, അമ്മ ഇനി മിണ്ടില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ വിധികളുണ്ട്. ആ വിധികളൊന്നും തെറ്റിക്കണ്ട. കല്യാണം അങ്ങനെ നടക്കട്ടെ. മറ്റേത് നമ്മൾ കോഴ്സ് വേഗം ചെയ്യാൻ വേണ്ടി നോക്കൂ. കോഴ്സ് ചെയ്തിട്ട് നമ്മൾ അവസാന വർഷം ഇനി ഇപ്പം ഇവിടെയാണോ, പ്രശ്നക്കടവിലാണോ? അല്ല, ഞാൻ പാലക്കാട്. ശരി, ആവട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ അതിൻ്റെ PG ചെയ്ത് എന്നിട്ട് പിന്നെ വേറെ ഏതെങ്കിലും ഒരു സാധനത്തിൽ ഒന്ന് സ്പെഷ്യലൈസ് ചെയ്യുന്നൊരു പരിപാടി ഉണ്ടല്ലോ. അതും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണെന്ന് പറഞ്ഞാൽ അത് സ്റ്റേറ്റ് വിട്ട് കളിച്ചാൽ മതി. ഭയങ്കരമായിട്ട് നമ്മളെ ഒരു പ്രത്യേകമായ ജാതകത്തിൻ്റെ പ്രത്യേകത കൊണ്ട് ശുക്രൻ ഇങ്ങോട്ട് തുടങ്ങുന്നതോടുകൂടി വലിയ സംഭവമായി മാറുക എന്നുള്ളൊരു വിധിയുണ്ട്. ഇത് സമയവും അനുകൂലമാകുന്നു, ജാതകം സ്ട്രോങ് ആണ്. പിന്നെ നമ്മളുടെ ഹെൽത്തിൻ്റെ കാര്യത്തിലൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ നമ്മളെ പീരീഡ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റിയിട്ടുള്ള കളികളൊക്കെ ഉണ്ട്. അതോടനുബന്ധിച്ച് പെയിനൊക്കെ ഫീൽ ചെയ്യും. അതൊക്കെ ഡോക്ടറോട് ചോദിച്ചാൽ അതൊക്കെ ഉണ്ട്. ഞാൻ ഡോക്ടറൊന്നല്ല, പക്ഷേ ഇത് പറഞ്ഞാണ്ടല്ലോ ഡോക്ടറെ, കുട്ടി ഡോക്ടറെ കളിക്കരുത് എന്നോട്. അപ്പോൾ ഈ പറയുന്ന സംഗതി അത് ഒരു എന്താ പറയുക, അതിനോടനുബന്ധിച്ച് മാത്രം ഉണ്ടാകുന്നൊരു സംഭവമാണ്. അത് മിക്ക പെൺകുട്ടികൾക്കും ഉണ്ടാവും. പക്ഷെ അത് ഈ ജാതകപ്രകാരം ഇങ്ങനെ രക്തസംബന്ധമായ ദൂഷ്യങ്ങൾ ഉണ്ടാകുമെന്ന്, അതിനോടനുബന്ധിച്ച് പെയിൻ അനുഭവപ്പെടുമെന്നൊക്കെ ജാതകത്തിലുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ കേതുദശയും നടക്കുകയല്ലേ. എന്നിട്ടും ഇങ്ങനെ ചിരിക്കുന്നതും ഒരു സമയം ശരിയൊന്നല്ല, എന്നിട്ട് പോലും ഇങ്ങനെ വളരെ സന്തോഷവതിയായിട്ട് ചിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷം തോന്നുന്നുണ്ട്. കാരണം മനസ്സ് ഫ്രഷാക്കി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.
സമയത്തിൻ്റെ ആനുകൂല്യത്തിൽ ഇപ്പോൾ ഇല്ല ശരിക്കും പറഞ്ഞാൽ. അത് ഏരശനിയുടെ മൂർധന്യം ഉള്ളത് കൊണ്ട് 1-2 കൊല്ലം വളരെ ശ്രദ്ധിക്കുകയും വേണം. അതുകൊണ്ടാണ് ഈ മറ്റവനുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഉടക്കുന്നത്. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഈ ഉടക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അത് വിജയിക്കോ ഇല്ലയോ എന്നുള്ള സംശയം വരുന്നത്. അത് ഉടക്ക്, അത് ഈ സമയത്തിൻ്റെ കേട് കൊണ്ടാണ് ഉടക്കൊക്കെ വരുന്നത് നിങ്ങൾ തമ്മിൽ. അതൊന്നും വലിയ മൈൻഡാക്കണ്ട. അതൊക്കെ അങ്ങനെ വിധിയായതുകൊണ്ട് അത് നടക്കും തന്നെ ഞാൻ പറയുന്നത്. ഏതായാലും ഈ പിന്നെ നമ്മളെ ഏറ്റവും സൂപ്പർ ടൈം വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2030 മുതലാണ്, 5 വർഷം കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മളെ പ്രായം 23, 5, 28 വയസ്സ്. അത് ഏറ്റവും നല്ല ഒരു പെൺകുട്ടി എന്നുള്ള രൂപത്തിൽ ഒരു മുതിർന്ന സ്ത്രീയായി മാറുന്ന ഒരു പീരീഡും കൂടിയാണ്. ആ പീരീഡിൽ അവിടം വെച്ച് സമയം സൂപ്പറായിട്ട് ഒരു 10-18 കൊല്ലം നമുക്ക് അനുകൂലമായി നിൽക്കും. അതിസമ്പന്നയാവും, വലിയ സ്ഥാപനം നടത്തും, കുറേ ആൾക്കാർക്ക് പണി കൊടുക്കും. അങ്ങനെ ഒക്കെ വിരാജിക്കുമ്പോൾ ഈ പാവം ഗുരുവിനെ ഓർക്കുക. ഓക്കെ 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 അപ്പോൾ ഞാൻ പറഞ്ഞത് പിന്നെ ഈ കൊട്ടിയൂരപ്പൻ്റെ പിന്നെ അവിടുത്തെയുള്ള ചടങ്ങുകൾ ഒരു പലതരത്തിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ ചടങ്ങുകൾ ഓരോന്നും അവിടെ ചെയ്തു തീർക്കേണ്ടതുണ്ട്. ഈ വർഷം അവസാനം പൂജയുടെ വർഷം കുറേ ചടങ്ങുകൾ ബാക്കിയാവും. അത് അടുത്ത വർഷമാണ് ചെയ്യുക. അതാണ് കൊട്ടിയൂരിൻ്റെ പ്രത്യേകത. ഏതായാലും കൊട്ടിയൂരെ പോകാൻ ബാക്കിയുള്ളവർ കാത്തു നിൽക്കാതെ കൊട്ടിയൂരപ്പനെ പോയി അനുഗ്രഹം മേടിക്കുക, കൊട്ടിയൂരപ്പൻ്റെ അനുഗ്രഹം മേടിക്കുക. പ്രത്യേകിച്ചൊരു സൂര്യൻ്റെ ദോഷങ്ങളൊക്കെ ഉള്ളവർക്ക് അത് വളരെ നല്ലതാണ്. ദാമ്പത്യ ജീവിതത്തിൽ തമ്മിലടി വീഴുന്നവരുണ്ടെങ്കിൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു കാര്യമില്ലാതെ വഴക്ക് കൂടുന്ന ദമ്പതികൾ അവിടെ പോയിട്ട് രണ്ടുപേരും ഒന്നിച്ചു പോയിട്ട് ഭഗവാനെ കണ്ടാൽ വലിയ മാറ്റമുണ്ടാവും. കാരണം അവിടെ ശിവനും ശക്തിയും ഒരുമിച്ചിരിക്കുന്ന സ്ഥലമാണ്. ശിവനെയും തൊഴുത് അമ്മാറക്കൽ ഭഗവതിയെയും തൊഴുത് തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കൊരു മാറ്റം ഉണ്ടാവും. ഒരു ഓടപ്പൂ മേടിച്ച് വല്ല ശത്രുദോഷം ഉണ്ടെങ്കിൽ അത് ഓടപ്പൂ നമ്മുടെ വാതിലിന് കെട്ടണമെന്നാണ്. അപ്പോൾ നെഗറ്റീവ് എനർജി അകത്തേക്ക് കടക്കില്ലെന്നാണ് വിശ്വാസം. ഒക്കെ വിശ്വാസമാണ്. വിശ്വാസമില്ലാത്തവന് അതൊരു ഏതൊരു ഓടക്കൊള്ളിയെ കൊണ്ട് അടിച്ച് ഇതാക്കിയ ഒരു സാധനം മാത്രം. ഞാൻ പറഞ്ഞത് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഏതായാലും പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു കോളും കൂടിയുണ്ട്. ഹലോ ഹലോ ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ കണ്ണൂരിലാണ്. കണ്ണൂർ, പറഞ്ഞോളൂ. കണ്ണൂർ എവിടെയാണ്? കാട്ടാമ്പള്ളി. കാട്ടാമ്പള്ളി. കാട്ടാമ്പള്ളി എന്ന് പറയണം. കണ്ണൂർ എന്ന് പറയല്ലേ? കാട്ടാമ്പള്ളിക്കാരൻ പറയൂ. എന്തെല്ലോ ഭയങ്കര പ്രശ്നങ്ങൾ. അത് ഡേറ്റ് പറയൂ അനിയ, എന്നിട്ടല്ലേ നമുക്ക് പ്രശ്നങ്ങൾ. 29/11/2001. സമയം പറയൂ. 2 മണി ഉച്ചക്ക്. ഉത്രട്ടാതി തന്നെ. ഉത്രട്ടാതി. അല്ല പറഞ്ഞു. 29/10 അല്ല 11. ഓ സോറി. ഭരണി. എന്താണ് ഭരണിക്കാരാ? എന്തെല്ലോ പ്രശ്നം നടക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു അസ്വസ്ഥത. എന്തെല്ലോ പ്രശ്നമാണ്. ഭയങ്കര അസ്വസ്ഥത. ഒന്നിനൊരു ഇതില്ല. എന്തൊക്കെയാണ് പ്രശ്നം? എന്താണ് പ്രശ്നം എന്ന് പറയൂ. എന്താണ് പ്രശ്നം? എന്താണ്? ആകെ ഒരു താല്പര്യക്കുറവ് കുറെ കാര്യത്തിനോടല്ലോ. ഒരു കാര്യത്തിനോട് ജോലി ചെയ്യുന്നില്ലേ? ജോലിനോടായാലും മറ്റു കാര്യങ്ങളോടായാലും. അങ്ങനെയൊന്നും വരേണ്ട ഒരു സംഭവം ഇവിടെ കാണുന്നില്ല. എന്താണ് വിഷയം? അത് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇവിടെ അങ്ങനെയുള്ള വലിയ കുഴപ്പം പിടിച്ചൊരു സമയമൊന്നുമില്ല. ഏരശനി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ 2 മാസമായിട്ടാണോ ഇങ്ങനെ ഫീൽ ചെയ്യുന്നത്? അതെ അതെ. അപ്പോൾ ഏരശനി ചില ആളെ ബാധിക്കും എന്ന് പറയുന്നേക്കാം. പെട്ടെന്ന് ഏരശനി വന്ന ഉടനെ തന്നെ ഒന്ന് ബാധിച്ചിട്ട് അങ്ങനെ ഉണ്ടാവും. അത് പരിഹാരത്തിലും മാറ്റം വരും. അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ കാട്ടാമ്പള്ളിയിൽ നിന്ന് തന്നെ കാണാൻ വരും. നമുക്കത് വേണ്ട രൂപത്തിൽ ചെയ്യാൻ പറ്റും. അതിനൊരു മാറ്റം വരുത്താൻ പറ്റും. ഇത് അങ്ങനെ ഒന്നും പെട്ടുപോകുന്നില്ല. ഒന്നുമില്ല. വെറും താൽക്കാലികം, ടെമ്പററി ഫിനോമിന എന്ന് പറയും. താൽക്കാലിക പ്രതിഭാസം. അതല്ലാതെ വേറെ എന്തോന്നു.
ഇതൊക്കെ ദൈവാനുഗ്രഹമുള്ള ജാതകക്കാരനല്ലേ, വെറുതെ ഭയപ്പെടണ്ട. ഭയം മനസ്സിനെ കീഴടക്കി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാതാവും. വെറുതെ എനിക്കെന്തല്ലോ പ്രശ്നമുണ്ടെന്ന് സ്വയം അങ്ങ് ചിന്തിച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാം പ്രശ്നം തന്നെയല്ലേ. അങ്ങനെ ചിന്തിക്കേണ്ട. ഒന്നും ഒരു പ്രശ്നമല്ലാതെ അങ്ങ് ചിന്തിച്ചാലോ. ഏതായാലും പിന്നെ പരിഹാരം വേണമെങ്കിൽ തന്നെ വന്ന് കാണൂ. ദൈവം സഹായിച്ച് സാമ്പത്തികമായിട്ടൊക്കെ ഉയരത്തിലേക്ക് വരാനുള്ള വിധിയുണ്ട്. അതൊക്കെ നമുക്ക് നോക്കി ചെയ്യാൻ പറ്റും. ഓക്കെ, വന്ന് കാണൂ. ശരി. അപ്പോൾ ഏതായാലും വ്യാഴത്തിനെ കുറിച്ച് ചെറിയൊരു മട്ടിൽ പറഞ്ഞേക്കാം. ഏതും ഒരു രാശിക്കാരെ കൊണ്ട് പറയണമല്ലോ. മകരൻ രാശിക്കാരെ മാത്രം ചെറിയ മട്ടിൽ പറയാം. അവർക്ക് 6ാം ഭാവത്തിലാണ്. 6 ഞാൻ പറഞ്ഞല്ലോ, 6, 8, 12 അവർക്ക് അത്ര നല്ല ഫലങ്ങളല്ല. പക്ഷേ മറ്റൊന്ന് പറയുന്നു, ശത്രുക്കൾ നശിച്ചു പോവുക എന്നുള്ളൊരു ഫലം ആ സമയത്ത് ശത്രുതയെന്നും കൊണ്ടങ്ങ് പറഞ്ഞു തീർക്കാൻ പറ്റിയ സമയമാണ് 6ൽ വ്യാഴം നിൽക്കുമ്പോൾ. അപ്പോൾ വേറൊരു ഇത് രോഗങ്ങളൊക്കെ വരുന്നതൊക്കെ വളരെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ നല്ല ഹൈജീനിക്കായ സ്ഥലത്ത് മാത്രം ഈ കയറി കഴിക്കുക. ഇപ്പോൾ ഉള്ള ഹോട്ടൽ ഭക്ഷണങ്ങളിൽ പല ഹോട്ടലുകളും വേണ്ടത്ര വൃത്തി പാലിക്കാത്ത ഹോട്ടലുകളുണ്ട്. അപ്പോൾ അവരൊക്കെ ഇവരെ കയറി പിടിക്കുന്നുമുണ്ട്. അത്തരം വൃത്തിഹീനമായ സ്ഥലത്തുള്ള ഭക്ഷണം ഒഴിവാക്കണം. കുറച്ച് പണം പോയാലും അതൊക്കെ അവർ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ മകരക്കൂറ്, ഉത്രാടത്തിൻ്റെ 3/4 ഭാഗം, തിരുവോണം അവിട്ടത്തിൻ്റെ പകുതി അവരാണ്. അതിൽ അവർ കേരശനിയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമായതുകൊണ്ട് സാമ്പത്തികമായിട്ട് അവർക്കിപ്പം വലിയ പ്രയാസം വരില്ല. പിന്നെ വ്യാഴം അവരെ സാമ്പത്തികമായിട്ടൊന്നും തകർക്കുകയൊന്നുമില്ല. അതിനെക്കുറിച്ചൊന്നും ഒരു തരത്തിലുള്ള ഇതും ആവശ്യമില്ല. വ്യാഴം അങ്ങനെയുള്ള വർക്കൊന്നും വ്യാഴത്തിൻ്റെ വകുപ്പിൽപ്പെട്ടതല്ല. പിന്നെ ഈ ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ളവരെപ്പോഴും വ്യാഴം വലിയ രൂപത്തിൽ പിഴച്ചു നിൽക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന് പറയുന്നുണ്ട്. അത് ഹൃദ്രോഗികൾ പ്രത്യേകം മരുന്ന് കഴിക്കാനൊന്നും വിട്ടുപോകരുത്. അതേപോലെ ഈ പ്രമേഹ രോഗികൾ അവരും കൃത്യമായിട്ട് കൃത്യമായ ഒരു പ്രമേഹം വന്ന ഒരിക്കലും ആർക്കും ഇപ്പം പലതും സോഷ്യൽ മീഡിയയിലൊക്കെ പലതും പറഞ്ഞിട്ട് വിടുന്നുണ്ട് അത് ഇല്ലാതാക്കുമെന്നൊക്കെ. ലോകത്തിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. പ്രമേഹം വന്നാൽ മരിക്കുന്നവരെ ഉണ്ടാവും. അതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇവരുടെ തട്ടിപ്പിലൊന്നും പോയി പെട്ടുപോകരുത്. 30 ദിവസം കൊണ്ട് നമ്മളത് ഇല്ലാണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പരസ്യമൊക്കെ ഭയങ്കരമായിട്ട് ഇറക്കിയിട്ടുണ്ട് ഒരു ടീം. വെറും തട്ടിപ്പാണ്. ഒരാൾ പോലും ആ മരുന്നൊന്നും മേടിച്ച് കഴിക്കരുത്. അതൊക്കെ വേറെ ആപത്തുകളും വരും. ഒന്നാമത് അവർക്ക് അത്തരം ഒറിജിനൽ ഡോക്ടർ അല്ലാത്തവർക്ക് എന്ത് മരുന്നും കൊടുക്കാം. ഇപ്പോൾ ഇതിനിടെ കണ്ടില്ലേ, PDC തോറ്റു വരുത്തുന്ന 85 വയസ്സ് 82 വയസ്സ്, എന്നിട്ടും അയാൾ വ്യാജ ഡോക്ടറായിട്ട് നമ്മളെ കേരളത്തിൽ തന്നെ കുറേ 20 കൊല്ലം പണിയെടുത്തു. എന്താണ് കഥ? നമ്മളെ കേരളത്തിൽ, ഉത്തർപ്രദേശിലൊന്നല്ല. ഏതാ ഈ കിളവന് ഇതിൻ്റെ ആവശ്യമുണ്ടോ? 60-ാം വയസ്സിൽ അയാൾ ഈ പണി തുടങ്ങിയത് തന്നെ. എല്ലാ മരുന്നും ഡേറ്റ് കഴിഞ്ഞ മരുന്ന് അങ്ങനെയാണ് പിടിച്ചത്. നിങ്ങൾ വാർത്ത വായിച്ചിരിക്കുമല്ലോ. അപ്പോൾ ഈ കാലാവധി കഴിഞ്ഞ മരുന്നുകൾ കുടിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര ദോഷമാണ്. അതൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യാജന്മാരെയൊക്കെ ശ്രദ്ധിക്കുക. രോഗത്തിൻ്റെ കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധിക്കണം. രോഗമുള്ളവർ വളരെ ശ്രദ്ധിക്കുക. ഇതാണ് എനിക്ക് മകരക്കൂറുകാരോട് പറയാനുള്ളത്. നമ്മുടെ സമയം ഇന്നിവിടെ തീരുകയാണ്. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളവർക്കും അതേപോലെ പരിഹാരം ചെയ്യേണ്ടവർക്കും എന്നെ ഇവിടെ കാണുന്ന 9388504419 എന്നുള്ള നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തുകൊണ്ട് എന്നെ കാണാവുന്നതാണ്. അല്ലാത്തവർക്ക് ഓൺലൈനിൽ സേവനം ആവശ്യമുള്ളവർക്ക് അങ്ങനെയും എൻ്റെ സേവനം കിട്ടുന്നതാണ്. അതിന് ഗൂഗിൾ പേ വഴി ദക്ഷിണ അയച്ചുകൊണ്ട് അങ്ങനെയും ഫലമറിയാം. നേരിട്ട് വരാനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഒക്കെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചെയ്യുക. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത നിങ്ങൾക്ക് നന്ദി. നമസ്കാരം.